ഓ ഷിറ്റ്, പണി കിട്ടി. അപ്പോൾ നമ്മളിന്നൊരു ചിക്കൻ ബാർബിക്യൂ പിടിക്കാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, അപ്പോൾ ചിക്കൻ ബാർബിക്യൂ പിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു ബട്ടർഫ്ലൈ കട്ടിടാൻ പോവുകയാണ്. ബട്ടർഫ്ലൈ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. നമ്മൾ സക്സസ്ഫുള്ളി കട്ട് ചെയ്തു. ഇതാണ് സാധനം. അപ്പോൾ ചിക്കൻ മേടിച്ചപ്പോഴേ കൈ ഒടിഞ്ഞാണ് കിട്ടിയത്, അതുകൊണ്ട് ഇതിങ്ങനെ ഇരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വരയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് മസാല പിടിക്കാൻ വേണ്ടി ഈ വരയിട്ട് കൊടുത്തില്ലെങ്കിൽ ഇതിനുള്ളിലേക്ക് മസാല ഇറങ്ങില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്ത് ഒരു 3 to 4 hours വെച്ചിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് തൈരിടാം. ഇനി നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. കുറച്ച് അധികം കുഴപ്പമില്ല. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ, ഗരം മസാല 1/2 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ സോൾട്ടും കൂടെ ഇടുകയാണ്. ഒരു ചെറിയ പീസ് ബട്ടറും കൂടെ ഇടുക. മസാല മാരിനേറ്റ് ചെയ്യാനുള്ള റെഡിയാണ്. നമ്മൾ ഇതിലിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മാരിനേഷൻ എല്ലാം ഫിനിഷാണ്. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത സാധനം ഒരു 2-3 hours റെസ്റ്റ് ചെയ്യാം. റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ബാർബിക്യൂവിന് വേണ്ട സോസ് ഉണ്ടാക്കണം. ആ സോസ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് പോകാം. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാർബിക്യൂ സോസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ബാർബിക്യൂ സോസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പാൻ ഒന്ന് ചൂടാക്കണം. ചെറിയ ലോ ഫ്ലെയിമിൽ ചൂടാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇടാം. ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആപ്പിൾ സിഡർ വിനെഗർ ഒരു 1 ടേബിൾ സ്പൂൺ ഒഴിക്കണം. നമുക്കിതിലോട്ട് ഇനി 1 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി. അപ്പോൾ നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിന് ശേഷം നമുക്കിതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുകയാണ്. നമുക്കിലോട്ട് ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, നോർമൽ മുളക് പൊടിയല്ല. നോർമൽ മുളക് പൊടിയാണെങ്കിൽ എരിഞ്ഞ് കയറും. ഇതാകുമ്പം ഒരു കളറും കിട്ടും, അത്ര എരിയും വരില്ല. അപ്പോൾ നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ജാഗരി പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിനോട്ട് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാം. ഞാനിത് ജാഗരി പൗഡറാണ് ഇടുന്നത്. ഇത് 1/2 ടീസ്പൂണാണ്, അതുകൊണ്ടാണ് ഞാൻ 4 പ്രാവശ്യം ഇടുന്നത്. ഇത് കണ്ടാലും പേടിക്കില്ല. അപ്പോൾ നമ്മളൊരു 3 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ സെറ്റായിരിക്കുകയാണ്. നമുക്കത് ഈ കനലിലോട്ട് വയ്ക്കാം. നല്ല കനലുണ്ട്, ടപ്പേന്നാവും. നമുക്ക് ഈ ചിക്കൻ ഒന്ന് 5 മിനിറ്റ് ആകുമ്പം മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഇത് കരിയാതിരിക്കും. ഓക്കെ, നമുക്ക് ഈ ചിക്കൻ ഒന്നെടുത്ത് മറിച്ചിടാം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ബട്ടർ തേക്കണം, അല്ലെങ്കിൽ ഇത് കൊണ്ടങ്ങ് ഡ്രൈ ആവും, ഇതിൻ്റെ ജ്യൂസിനെസ് പോവും. നമുക്കിത് ഒരു 5 മിനിറ്റ് വെച്ച് മറിച്ച് തിരിച്ച് വിട്ടില്ലെങ്കിൽ അടിഭാഗം കരിയും. അപ്പോൾ ഇത് നമുക്കൊരു നോക്കിയിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മറിച്ചിടണം. ഈ ഒരു സാധനം ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ ഇതിൻ്റെ വേവ് കറക്റ്റായിരിക്കും, അല്ലെങ്കിൽ ഇത് കരിഞ്ഞും പോവും, ഇത് വേവത്തുമില്ല. കുറച്ച് ബാർബിക്യൂ സോസ് ആഡ് ചെയ്യാം.
നമുക്കിനി ഒരു പ്രാവശ്യം കൂടി ബാർബിക്യൂ സോസ് ഒന്നുകൂടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടെ തിക്ക് പേസ്റ്റ് ആവും. നല്ല ചൂടുണ്ട്, അസാധ്യ ചൂട്. അപ്പോൾ നമ്മൾ ചിക്കൻ ബാർബിക്യൂ റെഡിയാണ്. കണ്ടിട്ട് തന്നെ കൊതിയാണ്. ഇന്ന് ഞാൻ അറയും. ലെഗ് പീസ് റെഡിയാണ്. നല്ല ജ്യൂസിയാണ്, നല്ല എമ്മയാണ്. Mm.